ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ എൻഗേജ്മെൻറ്റിന് കൊടുക്കാനുള്ള ഗിഫ്റ്റ് ഹാമ്പേഴ്സ് ഉണ്ടാക്കണ ഐറ്റംസുകൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അത് ഉണ്ടാക്കിയതൊക്കെ അപ്പോൾ മൊത്തത്തിലില്ല, എന്നാലും കുറച്ച് കുറച്ച് ഭാഗങ്ങളൊക്കെ ആയിട്ട് ഞാൻ വന്നതാണ്. അപ്പോൾ ഇതാണ് കുറച്ച് ഐറ്റംസ് മിഠായികൾ, ഇങ്ങനത്തെ ബോക്സിൽ വന്ന മിഠായികളാണ്. അപ്പോൾ ഇത് രണ്ട് ബോക്സും പിന്നെ കുറച്ച് ലൂസായിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കിറ്റ്കാറ്റ്, എന്താ പറയുക, ഗാലക്സി, ഡയറി മിൽക്ക്, അങ്ങനത്തെ ഐറ്റംസുകൾ, പിന്നെ കുറച്ച് മിഠായികൾ, ഇതാ ഇങ്ങനെ റൗണ്ടിൽ വന്നിട്ടുള്ള കുറച്ച് മിഠായികൾ കേട്ടോ. അപ്പോൾ ഇത്രയും മിഠായികളാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതൊക്കെയാണ് മേടിച്ചു കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ അത് വെക്കാനുള്ള ട്രേകൾ, അപ്പോൾ 4 ട്രേ ആണ് മിഠായി വെക്കാൻ വേണ്ടിയിട്ട് മേടിച്ചിട്ടുള്ളത്. പിന്നെ ഒരു ട്രേ ഖുർആൻ കൊടുക്കാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അത് വെക്കാനും മുസഹഫ് വെക്കാനുള്ള ഒരു ട്രേ കൂടെ നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരു ബൊക്കയും കൂടെ, ചെക്കന് ബൊക്ക കൊടുക്കണമല്ലോ, അപ്പോൾ അതിനും കൂടെ ആയിട്ടുള്ള ഷീറ്റും കാര്യങ്ങളും അതും മേടിച്ച്, പിന്നെ ഫ്ലവേഴ്സ് മേടിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അതിക്ക് ആവശ്യമായിട്ടുള്ള എന്താ പറയുക, നെറ്റ്, ജസ്റ്റ് ഡിസൈൻ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള നെറ്റും റിബണും കാര്യങ്ങളും മേടിച്ചു. അതുപോലെ തന്നെ ചെറിയ തെർമോക്കോൾ എടുത്തിട്ടുണ്ട്, നമുക്ക് ബൊക്കയുടെ ഉള്ളിൽ നമുക്ക് ആ പിടിക്കണ അവിടെ കൊടുക്കാൻ വേണ്ടിയിട്ട്. ബാക്കി നമുക്ക് ചെറുതായിട്ടൊക്കെ അവിടെ ഇവിടെയൊക്കെ കൊടുക്കാനുണ്ട് ഉദ്ദേശം. അപ്പോൾ അങ്ങനെ ചെറിയൊരു തെർമോക്കോളാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത്രയും സംഭവങ്ങളാണ് നമ്മുടെ ഈ ഹാമ്പേഴ്സ് ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ. പിന്നെ കുറച്ച് സ്റ്റിക്കും ഡബിൾ ടാപ്പ് കാര്യങ്ങൾ അതൊക്കെ ആവശ്യമുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. പിന്നെ ഈ ഫ്ലവേഴ്സ് കണ്ടാൽ നല്ല അടിപൊളിയായിട്ടില്ല, എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് ഇതിങ്ങനെ കട്ട് ചെയ്യാൻ തോന്നുന്നുണ്ടായിരുന്നില്ല. ഇതിങ്ങനെ കണ്ടപ്പോൾ ഇങ്ങനെ ഇവിടെ വീട്ടിൽ വെക്കാനാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫ്രഷ് ഫ്ലവേഴ്സ് എടുക്കലുണ്ട്, പക്ഷെ ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തത് എന്താ പറയുക, ഇങ്ങനത്തെ പ്ലാസ്റ്റിക്കിൻ്റെ ഫ്ലവേഴ്സാണ് കേട്ടോ. പിന്നെ ഇത് ഞാൻ വീട്ടിലേക്ക് ജസ്റ്റ് മേടിക്കാമെന്നൊക്കെ വിചാരിച്ചു, കേക്കിൻ്റെ എന്തെങ്കിലുമൊക്കെ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ വേണമെങ്കിൽ വെക്കാമെന്ന ഉദ്ദേശത്തിൽ മേടിച്ചതാണ്. എന്താവും എന്തോ, അപ്പോൾ അതും അങ്ങനെ കണ്ടപ്പോൾ മേടിച്ചു. പിന്നെ ഇതാണ് ഖുർആൻ, ഇത് അവർ നമ്മളെ വീട്ടിലേക്ക് എത്തിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കലാപരിപാടിയിലോട്ട് കലാപരിപാടി തുടങ്ങാം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്, നമ്മുടെ ആ കൊടുക്കാനുള്ള ട്രേ ഒന്ന് നീറ്റാക്കിയിട്ട് എടുക്കുക എന്നുള്ളതാണ്. ഈ മരത്തിൻ്റെ ഒക്കെ പൊടികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ വെച്ചതിന് ശേഷം തുടച്ചതിന് ശേഷം നമ്മൾ മേടിച്ച മിഠായികൾ ഇട്ടുകൊടുക്കുക. അപ്പോൾ എല്ലാ ബോക്സിൻ്റെയും താഴ്ഭാഗത്ത് മിഠായിനെ ഇട്ട് കൊടുക്കണം കേട്ടോ. തെർമോക്കോളും കാര്യങ്ങളൊന്നും വെക്കണില്ല. ഈ മിഠായികൾ തന്നെ എല്ലാത്തിലും വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ അവിടെ നന്നായിട്ട് ഇങ്ങനെ അമർന്ന് നിന്നോളും. അപ്പോൾ ആ രീതിയിൽ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒരു ലെവലാക്കിയിട്ട് നമ്മൾ എടുക്കുക. അപ്പോൾ അങ്ങനെ ചെയ്താൽ മാത്രമേ ഉള്ളൂ എനിക്ക് തോന്നുന്നു അത് ലെവലായിട്ട് മിഠായികൾ ഇങ്ങനെ ഒരേമാതിരി ഇങ്ങനെ പരത്തി നമ്മളിങ്ങനെ വെച്ച് കൊടുക്കില്ലേ, അപ്പോൾ നമുക്കത് ആ ഒരു ഫിനിഷിങ് കിട്ടുക നമ്മൾ അങ്ങനെ ചെയ്ത് കൊടുത്താലാണ് കേട്ടോ. സംഭവം ഇപ്പം ഇങ്ങനെ കാണുമ്പോൾ നല്ല ഈസി ആയിട്ട് തോന്നും കേട്ടോ. കാരണം ബോക്സ് എടുക്കുക, അതിൽ കുറച്ച് മിഠായികൾ ഇട്ട് കൊടുക്കുക, പിന്നെ അങ്ങനെ ഓരോന്ന് വെച്ച് കൊടുക്കുക എന്ന് അങ്ങനെ തോന്നും. പക്ഷേ എങ്കിൽ നമ്മളിങ്ങനെ വെച്ച് കൊടുക്കുന്നതിന് മുന്നേ നമ്മൾ ഷോപ്പിൽ കുറച്ച് കലാപരിപാടികളുണ്ട് കേട്ടോ. ഓരോ ബോക്സ് എടുത്തിട്ട് ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് ഓരോ വിധം മിഠായി എടുത്തിട്ട് നമ്മൾ അവിടെ നിന്ന് തന്നെ സെറ്റ് ചെയ്ത് നോക്കണം. ഓരോന്ന് വെച്ച് ഇതിങ്ങനെ വെച്ചാൽ ഇങ്ങനെ ആവോ, ഇങ്ങനെ വെച്ചാൽ എങ്ങനെ ഇരിക്കും എന്നൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ മേടിക്കാൻ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് മിഠായി അങ്ങോട്ട് കൊടുത്തിട്ട് ഇഷ്ടമുള്ള പോലെ അങ്ങോട്ട് ലെവൽ ചെയ്യാൻ, അങ്ങനെ ബഡ്ജറ്റ് തരുന്നവർക്ക് അങ്ങനെ ഓക്കെ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുവിധം പറ്റുകയാണെങ്കിൽ തന്നെ അവിടെ നിന്ന് തന്നെ ഷോപ്പിൽ നിന്ന് തന്നെ മിഠായികളൊക്കെ വെച്ച് നോക്കിയിട്ട് കൊണ്ടുവരുന്നതായിരിക്കും ബെസ്റ്റ്. അന്ന് നമുക്ക് വീട്ടിൽ ചെന്നാൽ വീട്ടിൽ നിന്ന് അറിയാൻ പറ്റും ഇതിങ്ങനെയാണ് വെക്കേണ്ടത് എന്നുള്ളൊരു ഐഡിയ നമുക്ക് അവിടെ നിന്ന് കിട്ടും. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് ഞാൻ കൊണ്ടുവരാറ്. അപ്പോൾ ഇതേപോലെ നമ്മളിങ്ങനെ, ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് കിറ്റ്കാറ്റും ഗാലക്സിയും പിന്നെ കിറ്റ്കാറ്റും അങ്ങനെ വെച്ച് കൊടുക്കാനാണ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഇവിടെ നിന്നിട്ട് നമ്മൾ പിന്നെ എളുപ്പമായിട്ട് നമുക്കതങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ജസ്റ്റ് അവിടെ നിന്ന് ഒരു ഫോട്ടോ എടുക്കുക, അല്ലെങ്കിൽ നമുക്ക് മെമ്മറി പവർ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഓർത്ത് വെച്ചാലും മതി. അപ്പോൾ ഇങ്ങനെ വീട്ടിൽ വന്നാൽ പിന്നെ നമുക്കറിയാലോ ഇന്ന ബോക്സിൽ ഇന്ന മിഠായിയാണ് വെക്കേണ്ടതെന്ന് നമുക്കൊരു ഐഡിയ കിട്ടും. അപ്പോൾ അതങ്ങനെ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ വെച്ചതിന് ശേഷം ഇതിൻ്റെ എല്ലാത്തിൻ്റെ അടിയിൽ നമ്മൾ ഡബിൾ ടാപ്പ് വെച്ചിട്ട് ഇത് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അഥവാ ഇതിൽ നിന്ന് അങ്ങോട്ടോ ഒന്നും നീങ്ങി പോകണ്ടെന്ന് വിചാരിച്ചിട്ട് എല്ലാത്തിൻ്റെ അടിയിൽ നമ്മൾ ഡബിൾ ടാപ്പ് വെച്ചിട്ട് അവിടെ അടിയിൽ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അത് നമ്മൾ ഫിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ അടുത്ത ട്രേ എടുത്തിട്ട് അതിലേക്കുള്ള മിഠായികൾ വെച്ച് കൊടുത്തു. അപ്പോൾ എല്ലാത്തിലും ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ആദ്യം അറിയായിരുന്നു ഇങ്ങനെയാണ് വെക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ ആ ഒരു ധാരണയിൽ അങ്ങനെ വെച്ച് കൊടുക്കുകയാണ്.
അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഷോപ്പിൽ നിന്ന് നമ്മൾ മിഠായികളൊന്നും നോക്കാണ്ട് നമ്മൾ ഏകദേശം ഒരു ധാരണയിലൊക്കെ മേടിച്ചു കൊടുന്നാൽ ഇതെവിടെ വെക്കും എന്നുള്ളൊരു കൺഫ്യൂഷനിൽ പിന്നെ കുറേ ടൈം നമ്മളത് അങ്ങനെ വേസ്റ്റ് ആയിട്ട് പോകും. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ എന്താ പറയുക, കടയിൽ നിന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ആ ഗോൾഡൻ കളർ മിഠായി സൈഡിൽ കൂടെ ഇട്ട് കൊടുക്കുക, പിന്നെ ചെറിയൊരു ഗ്യാപ്പ് വരും അവിടെ കൂടെ വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലുള്ള ചെറിയ ബോക്സ് ഇതാണ്. അപ്പോൾ ഇതിൽ ഡയറി മിൽക്കും പിന്നെ ബൗണ്ടിയുടെ മിഠായും പിന്നെ നമ്മൾ 3 കിറ്റ്കാറ്റ്, അത് ചെറിയ സൈസിലുള്ളതാണ്. അപ്പോൾ അതും ഇങ്ങനെ 3 ഫില്ല് ചെയ്തിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഏത് ബോക്സിലും ഞാൻ ഫ്ലവേഴ്സൊന്നും വെച്ച് കൊടുത്തിട്ടില്ല കേട്ടോ. ഇതിൽ മൊത്തം എല്ലാം എന്താ പറയുക ബോക്സുകളിലും ട്രേകളിലും ഇങ്ങനെ ഫുള്ളായിട്ട് മിഠായികൾ തന്നെയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഷേപ്പ് ട്രേ ആയതുകൊണ്ട് നമ്മളിതിൽ പിന്നെ വെക്കുന്നത് മുകളിൽ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ റൗണ്ടിലുള്ള ബോൾസുകളല്ലേ. അപ്പോൾ പിന്നെ എനിക്ക് തോന്നി ഇതിൻ്റെ ഗ്യാപ്പ് കൂടെ ഈ പിങ്ക് കളർ ഇങ്ങനെ കാണുന്നുണ്ടോ എന്ന് തോന്നിയിട്ട്, കണ്ടു എന്ന് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അത് അത്രയ്ക്കൊരു ഫിനിഷിങ് അല്ലാന്ന് തോന്നിയപ്പോൾ ഞാനിതൊക്കെ പെറുക്കി എടുത്തതിന് ശേഷം ഈ യെല്ലോ കളർ മിഠായി മുകളിൽ വെച്ചിട്ട് ഏറ്റവും അടിയിൽ പിങ്ക് കളർ വെച്ചു, പിന്നെ മുകളിൽ യെല്ലോ കളർ വെച്ച്, പിന്നെ ഗോൾഡൻ കളറും പിന്നെ ഈ ഡയറി മിൽക്കുമാണ് വെച്ച് കൊടുത്തത് കേട്ടോ. പിന്നെ ഇതിൻ്റെ സൈഡിലും നമ്മൾ ഗോൾഡൻ ബോൾസ് ഇട്ട് കൊടുത്ത്. പക്ഷെ ഞാൻ എനിക്കിത് ഭയങ്കര ടെൻഷനായിട്ടോ, ഈ ബോൾസൊക്കെ ഇങ്ങനെ ചാടി പോകുമോ എന്നുള്ള രീതിയിൽ. അപ്പോൾ ചിന്തിച്ചപ്പോൾ എനിക്ക് തോന്നി ഡബിൾ ടാപ്പ് വെച്ച് കൊടുക്കണം. അപ്പോൾ ഞാൻ ഓരോ മിഠായി എടുത്തിട്ടും വെച്ചെടുത്തൊക്കെ ഇങ്ങനെ ഡബിൾ ടാപ്പ് വെച്ച് ഇതിൻ്റെ സൈഡിൽ ഇട്ട് കൊടുത്ത്. അപ്പോൾ അതിനൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് മറ്റേ ഷേപ്പിലുള്ള ഒരു ഇതുണ്ടല്ലോ, അപ്പോൾ അതിൽ വെച്ച് കൊടുക്കുമ്പോൾ എനിക്ക് തോന്നി നമ്മൾ ഒരുപാട് പണിയെടുക്കുന്നുണ്ട്. പക്ഷെ എന്തെങ്കിലും കൂടിയിട്ട് ഈ ഡബിൾ ടാപ്പ് വെച്ച് കൊടുക്കണേനല്ല, അഥവാ അത് എങ്ങാനും മറിഞ്ഞാലോ താഴെ വീഴില്ലേ എന്നൊക്കെ ടെൻഷനായപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാതും നമുക്ക് കവർ ചെയ്തെടുക്കുക. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് ഇപ്പം ഈ കാണിച്ച മിഠായി നമ്മൾ എന്താ പറയുക ബൊക്കേക്കുള്ള മിഠായികളാണ്. അപ്പോൾ നമ്മൾ ബൊക്കേക്ക് വെക്കാനുള്ള മിഠായികളല്ലാത്തത് മൊത്തം നമ്മളിങ്ങനെ കവർ ചെയ്തെടുത്തിട്ടോ. ഇങ്ങനെ ആയാലും നമുക്ക് നല്ല സ്വസ്ഥതയും സമാധാനമുണ്ട്, ഒരു ടെൻഷനും വേണ്ട, വല്ല ഉറുമ്പ് വരുന്നെന്നുള്ള പേടിയും വേണ്ട, ചാടി പോകുന്നുള്ള പേടിയും വേണ്ട. അപ്പോൾ ബൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ആ തെർമോക്കോൾ ഞാനൊന്ന് അതിൻ്റെ പകുതിക്ക് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ഓരോ സ്റ്റിക്ക് എടുത്തിട്ട് മിഠായികൾ ഓരോന്നും ടാപ്പ് വെച്ച് നമ്മൾ ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടോ. ഓരോ സ്റ്റിക്കുമ്പോൾ നമ്മളത് എന്താ പറയുക പ്ലാസ്റ്റർ ചെയ്തിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം നമ്മുടെ ബൊക്കേൻ്റെ ഷീറ്റ് എടുത്ത്, അപ്പോൾ ഞാൻ കുറേ ചിന്തിച്ചു ഒറ്റ കളർ ആക്കണോ 2 കളർ ആക്കണോ എന്ന് വിചാരിച്ച്. പിന്നെ ലാസ്റ്റിൽ 2 കളർ വെച്ചിട്ട് തന്നെയാണ് ചെയ്തത് കേട്ടോ. ആദ്യം ഇങ്ങനെ ഒന്നിൽ ചെയ്ത് നോക്കി, അപ്പോൾ എനിക്ക് തോന്നി ഒന്നുകൂടെ വെച്ചെടുത്താൽ വലിയ തെറ്റില്ലാന്ന് തോന്നിയോണ്ടാണ് രണ്ടാമത്തെ കളറും കൂടെ ചൂസ് ചെയ്തത്. അപ്പോൾ ഈ 2 കളർ വെച്ചിട്ട് തന്നെയാണ് ബൊക്കെ ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഫ്ലവേഴ്സിൻ്റെ കാര്യത്തിൽ നമ്മൾ ഇതിൽ നിന്ന് ഈ ഓരോ സെറ്റിൽ നിന്നും നമ്മൾ ഓരോ ഫ്ലവേഴ്സ് എടുത്തിട്ട് നമ്മളത് കൂട്ടിയിട്ട് അങ്ങോട്ട് കെട്ടിയിട്ടാണ് പിന്നെ ഇതിൽ വെച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എല്ലാത്തിനും നമുക്ക് ഇഷ്ടമുള്ള അനുസരിച്ചിട്ട് ഓരോ ഫ്ലവർ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ മാച്ച് ചെയ്ത് പിടിച്ചതിന് ശേഷം നമ്മൾ അതൊരു നൂലെടുത്തിട്ട് നല്ല ടൈറ്റിൽ അങ്ങോട്ട് കെട്ടി കൊടുത്തതിന് ശേഷമാണ് നമ്മൾ പിന്നെ ഓരോന്നിലും വെക്കേണ്ടത്. അപ്പോൾ ഞാൻ അത് വീഡിയോ എടുത്തിട്ടില്ല, കെട്ടണതൊന്നും വീഡിയോ എടുത്തിട്ടില്ല, അതാണ് ഇങ്ങനെ ഇപ്പോൾ വീഡിയോയിൽ പറഞ്ഞത്. അപ്പോൾ ഇതാണ് നമ്മുടെ ബൊക്കെ കേട്ടോ. എനിക്ക് മാഷാല്ലാ നല്ല ഇഷ്ടമായി. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എനിക്കറിയില്ല, വലിയ തിരക്കടില്ലാത്തൊരു ബൊക്കെ തന്നെ ഉണ്ടാക്കാൻ പറ്റി എന്നുള്ളൊരു വിശ്വാസമാണ് എനിക്ക്. അപ്പോൾ ഇങ്ങനെ 2 കളറിൽ തന്നെ ചെയ്തെടുത്ത്. അപ്പോൾ ഇതൊക്കെയാണ് എന്താ പറയുക ബൊക്കേൻ്റെ വിവരങ്ങൾ ഇതാണ്. പിന്നെ ഒരു എൻഡിൽ നമ്മളൊരു റിബണും കൂടെ ഹാപ്പി എൻഗേജ്ഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു എന്താ പറയുക എൻഗേജ്മെൻറ്റ് എന്തോ ആയി എഴുതി ഉണ്ടായിരുന്നു, അതും കൂടെ വെച്ച് കൊടുത്ത് നമ്മൾ അതങ്ങോട്ട് സെറ്റ് ചെയ്ത് കൊടുത്ത്. പിന്നെ നമ്മൾ ബോക്സിൽ ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ ഈ ഒരു കളറ് എന്താ പറയുക നെറ്റാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ഞാനിപ്പോഴാണ് ശ്രദ്ധിക്കണേ, ഒരു എന്താ പറയുക നിൻ്റെ വീഡിയോയിൽ കുറേ ഉണ്ടാവില്ലേ, എന്തോ അതങ്ങനെ എന്താ പറയുക സ്വാഭാവികമായിട്ട് വരുന്നതാണ്. അപ്പോൾ നമ്മൾ ചെയ്തത് ഇങ്ങനെ ഓരോന്നിലും ഇങ്ങനെ ഓരോ നെറ്റ് കെട്ടിക്കൊടുത്തിട്ടുണ്ട്. അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. സംഭവം ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയ ഹാൻഡ് ബാഗ്സാണ്. അപ്പോൾ ജസ്റ്റ് ഞാൻ അങ്ങനെ കാണിച്ചു തരാം. ജസ്റ്റ് ഇതിപ്പോൾ ഒരു ബാലൻസ് ഉള്ള തുണി വെച്ചിട്ട് ഞാൻ കാണിക്കണം. ഇങ്ങനെ ജസ്റ്റ് നമ്മൾ നടുക്കതൊന്ന് കെട്ടി കൊടുക്കുക. അപ്പോൾ അതിൻ്റെ നമ്മളിങ്ങനെ ടൈറ്റ് ആക്കിയിട്ട് പിടിച്ചിട്ട് അതിൻ്റെ എൻഡ് ഭാഗം ഉണ്ടല്ലോ, ഇതപ്പോൾ ഞാൻ പിടിച്ചില്ലേ, അവിടെ നന്നായിട്ട് ഒരു എന്താ പറയുക കയറെടുത്തിട്ട് ചെറിയ നൂലൊക്കെ എടുത്തിട്ട് ടൈറ്റ് ചെയ്തിട്ട് കെട്ടി കൊടുക്കുക. അപ്പോൾ അതിന് ശേഷം പിന്നെ നമ്മൾ ഫ്ലവേഴ്സ് ആദ്യം നമ്മൾ എന്ത് ചെയ്താൽ മതി, എല്ലാ ഫ്ലവേഴ്സും കൂടെ കൂട്ടി പിടിച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള ഫ്ലവേഴ്സ് എടുക്കുക, എന്നിട്ട് അത് മാത്രമായിട്ട് ഒന്ന് കെട്ടി കൊടുക്കുക. അപ്പോൾ ആ ഫ്ലവേഴ്സ് കെട്ടിയതിൻ്റെ നൂലും ഈ എന്താ പറയുക നൂലുപയോഗിച്ചിട്ട് തന്നെ അത് ഇതിമ്മക്ക് വെക്കുമ്പോൾ നമ്മുടെ ഈ പിടുത്തത്തിമ്മ കൂടെ കൂട്ടിയിട്ട് അങ്ങോട്ട് കെട്ടുക. ഞാൻ പറഞ്ഞത് മനസ്സിലായോ എനിക്കറിയില്ല, സംഭവം ഏകദേശം ഓടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. അപ്പോൾ അങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു ബോക്സിൽ ഈ ഒരു ട്രേയിൽ നമ്മൾ ഇങ്ങനെയാണ് ചെയ്ത് കൊടുത്തത്. പിന്നെ ആ ഒരു റിബണും കൂടെ അതിൻ്റെ സെൻറ്ററിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് പിന്നെ ഇങ്ങനെ 2 സൈഡിലേക്കായിട്ട്
ഇങ്ങനെ 2 കളറാക്കി കൊടുത്ത് പിന്നെ നമ്മുടെ ആ വലിയ ബോക്സാണ് അതിന്മേൽ പിന്നെ എല്ലാ കളറും ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാ ഫ്ലവറും വെച്ച് കൊടുത്തിട്ടുണ്ട്, പിന്നെ റിബണും വെച്ച് കൊടുത്ത്. പിന്നെ അതാണ് ട്രേകളൊക്കെ നമ്മളിങ്ങനെ ചെയ്തു. പിന്നെ നമ്മൾ ഖുറാൻ വെച്ചിട്ടുള്ള ട്രേ ആണ്. അപ്പോൾ അതിന് ചുറ്റും നമ്മൾ ഫ്ലവേഴ്സ് വെച്ച് കൊടുത്തു. അപ്പോൾ ഈ ഫ്ലവേഴ്സിൻ്റെ അടിയിൽ നമ്മൾ ബാലൻസ് ഉള്ള ആ തെർമോക്കോൾ വെച്ച് ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുത്ത് പിന്നെ ഓരോ ഫ്ലവറും നമ്മൾ ഫിക്സ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഈ തെർമോക്കോളിൽ നിന്ന് ഇത് ചാടി പോകരുത്, അപ്പോൾ നന്നായിട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കുക. വേണമെന്ന് ഞാനിതിൽ ഗ്ലൂ ഗൺ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുത്തതാണ്. നമ്മൾ കുറച്ച് റിസ്ക് എടുത്ത് ചെയ്താലും അതിൻ്റെ ഒരു പെർഫെക്ഷൻ ഉണ്ടാവണമെങ്കിൽ നമുക്കത് ചെയ്യാൻ നല്ലത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ. അപ്പോൾ ഇത് നമ്മൾ വീട്ടിലേക്ക് എത്തിച്ചു കൊടുക്കും ചെയ്യാൻ കേട്ടോ അത് കസ്റ്റമറിന്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. Thank you.